ബ്ലെസ്സി അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു വിട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരം ഓണാഘോഷ പരിപാടികൾ സ്കൂളിലത്തെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 പേരുണ്ട് പുതുതായിട്ട്. അലീനയും മോനിഷ ടീച്ചറും 2 പേരും സ്കൂളിലെ ഓണപരിപാടി കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് വന്നു. നാട്ടിലേക്കുള്ളവരായിരുന്നു. ഒരാൾ പത്തനംതിട്ടയും ഒരാൾ തിരുവല്ലയിലുമാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറിപ്പോയി. അങ്ങനെ നീലേശ്വരം ചെന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ നമ്മുടെ സ്വന്തം നിമിഷ ഉണ്ടായിരുന്നു. അവൾ ബാങ്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ഒപ്പമാണ് ഇറങ്ങിയത്. ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് നിമിഷയുടെ വകയായിരുന്നു. അങ്ങനെ കുറച്ച് ബിങ്കോയും ലേസും ബിസ്ക്കറ്റ്സും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി അവൾ വാങ്ങിച്ചു തന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിമിഷയ്ക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടു. നിമിഷ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആൾമാക്കൾ മാത്രമായി. നല്ല മഴയുണ്ടായിരുന്നു രാത്രിയിൽ. അങ്ങനെ ട്രെയിൻ കയറി ഞാനൊരു 5:30 ആയപ്പോഴത്തേന് ചങ്ങനാശ്ശേരി രാവിലെ എത്തി. നേരെ പോയത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലേക്കായിരുന്നു, ഫിഷ് മാർക്കറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാർക്കറ്റ് കാണുന്നത്. രാവിലെ തന്നെ നല്ല ബഹളമായിരുന്നു, കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. ഇത്തവണ എന്തായാലും സെയിൻകുട്ടൻ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതിലുള്ള സന്തോഷം അടക്കാനാവാണ്ട് പുള്ളിക്കാരൻ തലകുത്തി മറിയുവാണ്. അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ സ്പെൻഡ് ചെയ്തത് സെയിൻകുട്ടനോടൊപ്പമായിരുന്നു. പിറ്റേ ദിവസം പള്ളിയിലെല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച, സെയിനാപ്പനൊരു ഊഞ്ഞാല് കെട്ടാൻ വേണ്ടി അപ്പാപ്പനും പപ്പായും എല്ലാവരും കൂടെ ശ്രമിക്കുന്നതായിരുന്നു. ഊഞ്ഞാലിന് ഓലമടലായിരുന്നു ഉപയോഗിച്ചത് സീറ്റായിട്ട്. പിന്നെ അത് മാറ്റിയിട്ട് അവൻ്റെ ചെറിയ കസേര വെച്ച് കൊടുത്തു. ഓണക്കോടി അപ്പാപ്പ മേടിച്ച് കൊടുത്ത മുണ്ടുണ്ടായിരുന്നു. ആ മുണ്ടുടുപ്പിക്കാനുള്ള ശ്രമമാണ്. ചെറുക്കൻ നേരെയൊന്നും നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ ശ്രമഫലമായിട്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ച് വിട്ടു. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ സദ്യ ഉണ്ണാൻ വേണ്ടി സെയിൻകുട്ടൻ വന്നു. വലിയ വിപുലമായിട്ടുള്ള സദ്യ ഒന്നും അല്ലായിരുന്നു. ചെറിയൊരു കുഞ്ഞിയൊരു ഓണസദ്യ മാത്രമാണ് നമ്മൾ കരുതിയിരുന്നത്. ജിൻഡുക്കുട്ടി നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. സൈനാപ്പൻ ചോറ് ഇരുന്നും കിടന്നുമൊക്കെയാണ് ഉണ്ടത്.
ഓണത്തിന്റെ പിറ്റേ ദിവസം നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചി ഹസ്ബൻഡ് ചേട്ടായും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശ്വേത ചേച്ചിയുടെ ഹസ്ബൻഡിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഫോണിൽ കൂടെ ഉള്ള സംസാരിച്ചിട്ടുള്ള പരിചയമുള്ളായിരുന്നു. രണ്ടുപേരും നമ്മുടെ വീട്ടിലേക്ക് എത്തി. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ചേച്ചി വന്നപ്പോഴത്തേനും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ പോകാൻ വേണ്ടി ഇറങ്ങി. അന്ന് വൈകുന്നേരം ഞാനും അച്ചാച്ചനും കൂടെ കോട്ടയത്തെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ ആദ്യം പോയത് നേരെ മജിയുടെ ഷോറൂമിലേക്കായിരുന്നു കോട്ടയത്തെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയ്ക്കൊരു ഫോണൊക്കെ വാങ്ങിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ പോയത് ഫസിയോയിലേക്കായിരുന്നു. അങ്ങനെ ഫസിയോയിൽ ചെന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഈ തവണത്തെ ഓണം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അപ്പോൾ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഫോർ എവരി വൺ.